ഹലോ. അപ്പൊ ഇന്നൊരു നാടൻ ഉച്ചയൂണ് തയ്യാറാക്കാൻ പോവാണ്. അപ്പൊ ഓമയ്ക്കത്തോരനാക്കിയാന്ന് വിചാരിച്ച് ഓമയ്ക്ക പറിച്ചെടുത്തുള്ളൂ. ഞാൻ പുളിശ്ശേരി ഉണ്ടാക്കി വെച്ചായിരുന്നു. എപ്പോഴാണ് ഓർത്ത് ഞാൻ അതിലേക്ക് ഉലുവാപ്പൊടി ചേർത്തില്ലായിരുന്നു. ഉലുവാപ്പൊടിയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. ആ സെയിം പാനിലേക്ക് തന്നെ ഞാൻ ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുത്ത്, കടുക് ഇട്ട് കൊടുത്ത്, കറിവേപ്പിലേക്ക് ഇട്ട് കൊടുത്ത്, വറ്റമുളക് ഇട്ട് കൊടുത്ത്, ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്ത്, ഞാൻ കൊത്തി വെച്ച് നമ്മുടെ ഓമയ്ക്കയും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുത്ത്, അപ്പോഴത്തേക്ക് ഞാൻ തേങ്ങ ചതച്ച് വെച്ചായിരുന്നു. തേങ്ങയും ജീരകവും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ കൂടി ചേർത്ത് നന്നായിട്ട് ചതച്ച് വെച്ചായിരുന്നു. അതുകൂടി ചേർത്ത് ഉപ്പും ചേർത്ത് പച്ചമുളകും ചേർത്തായിരുന്നു കേട്ടോ. അപ്പൊ ഇത് നന്നായിട്ടൊന്ന് പൊത്തി അടച്ചു വെച്ചു. ആ സമയം കൊണ്ടാണ് ഓർത്ത് നമുക്ക് ഇന്ന് മീനൊന്നും ഇല്ലായിരുന്നു. അപ്പൊ മീനിനകത്തോട്ട് മുട്ട പൊരിച്ചാണ്ട് കൊടുക്കാന്ന് വെച്ചാൽ മുട്ട പൊരിക്കാൻ വേണ്ടി എല്ലാം റെഡിയാക്കി നന്നായിട്ട് അടിച്ചൊക്കെ വെച്ച് മുട്ടയും പച്ചമുളകും കറിവേപ്പിലയും സവോളയൊക്കെ കൊത്തി അരിഞ്ഞിട്ടിട്ട് നന്നായിട്ട് ഒരു ഓംലെറ്റ് അടിക്കാനായിട്ട് വിചാരിച്ച് അതും അങ്ങോട്ട് വെച്ചു. പാൻ അടുപ്പത്തേക്ക് വെച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. അപ്പോഴത്തേക്കും പാൻ ചൂടായി. അപ്പൊ നമ്മൾ നന്നായിട്ട് അടിച്ചു വെച്ച് നമ്മുടെ ഓംലെറ്റ് അങ്ങോട്ട് നമ്മുടെ പാലിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. അപ്പൊ ഞാൻ വിചാരിച്ചു തേങ്ങ നമ്മുടെ തോരന് വെള്ളമൊക്കെ പറ്റി. അപ്പൊ നമ്മുടെ തോരൻ റെഡിയായി, ഓംലെറ്റ് റെഡിയായി. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഊണ് പുളിശ്ശേരിയും മുട്ട പൊരിച്ചതും ഓമയ്ക്ക തോരനുമാണ്. അടിപൊളി കോമ്പിനേഷനാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത്രയേ ഉള്ളൂ. ബൈ.